ടിപ്പർ ലോറികളുടെ അമിത വേഗതയും സമയക്രമവും പരിശോധിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്. പോലീസും MVDയും ചേർന്ന് പരിശോധന നടത്തും. അപകടം ഒഴിവാക്കാൻ മാർഗരേഖ തയ്യാറാക്കും. വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുമെന്നും കളക്ടർ സർവകക്ഷി യോഗത്തിന് ശേഷം വ്യക്തമാക്കി. ആദ്യം കളക്ടറുടെ പ്രതികരണമൊപ്പം ശാലിനി ചേർന്നുണ്ട്. ശാലിനി, 2 ജീവനുകളാണ് തുടർച്ചയായ 2 ദിവസങ്ങളിൽ ടിപ്പറുകളുടെ അശ്രദ്ധ മൂലം, ടിപ്പറുകളുടെ അമിത വേഗത മൂലം നഷ്ടമായത്. ഈ പശ്ചാത്തലത്തിലായിരുന്നു സർവകക്ഷി യോഗം. എന്തൊക്കെയാണ് സർവകക്ഷി യോഗത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ഇങ്ങനെ യോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേരുക എന്നതിൽ അപ്പുറത്തേക്ക് കാര്യക്ഷമമായൊരു ഇടപെടൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കളക്ടർ പറഞ്ഞിരിക്കുന്ന മറ്റു വിവരങ്ങൾ? ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിരന്തരമായി ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നു, ഒപ്പം തന്നെ സാധാരണക്കാരുടെ ജീവനുകൾ നഷ്ടമാകുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായൊരു സർവകക്ഷി യോഗം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്നത്. തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിലെ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ അതിന്റെ അധികൃതർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രദേശത്തെ ജനപ്രതിനിധികളും സാധാരണ ജനങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളും ഈ യോഗത്തിന്റെ ഭാഗമായി പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിലാണ് അടിയന്തരമായൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു തീരുമാനം ഇപ്പോൾ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അടിയന്തരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ നിരന്തരമായിട്ടുള്ള വാഹനങ്ങൾ കൂടുതൽ ടണ്ണേജ് കയറ്റി വാഹനങ്ങൾ പോകുന്നതിന്റെ അമിത വേഗത നിയന്ത്രിക്കാൻ കർശനമായിട്ടുള്ള നടപടികൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും, MVDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, വളരെ ചെറിയ ഇടുങ്ങിയ റോഡാണ് പോർട്ടിലേക്കുള്ളത്. സ്വാഭാവികമായും വാഹനങ്ങൾ പോകുമ്പോൾ മറ്റു വാഹനങ്ങൾക്കും അവിടെ താമസക്കാർക്കും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇതിനായി ഒരു മാർഗരേഖ ഉടൻ തന്നെ തയ്യാറാക്കും എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസ്, MVD ഉദ്യോഗസ്ഥരുടെ പരിശോധനയും എൻഫോഴ്സ്മെന്റ് നടപടികളും കൂടുതൽ കാര്യക്ഷമമാക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്ന വാഹനം 55 കുറ്റകൃത്യങ്ങൾ ചെയ്തൊരു വാഹനമാണ്. സ്വാഭാവികമായും കരാറുകളും ഉപകരാറുകളും ഒക്കെ തന്നെ കൊടുക്കുന്ന കമ്പനികളുമായി ചർച്ചകൾ നടത്തും. അവരുമായി നേരിട്ട് ഈ വാഹനങ്ങളുടെ പെർമിറ്റും മറ്റ് നടപടികളും കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത വാഹനങ്ങളാണോ നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും നടപടിയുണ്ടാകും. അതേസമയം തന്നെ ധനസഹായം നൽകുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ച അനന്തുവിന്റെ അല്ലെങ്കിൽ ആ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. എന്നാലും ആ കുടുംബമായിട്ടൊക്കെ തന്നെ ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ പോകുക. എന്തായാലും അല്പസമയം മുമ്പ് അവസാനിച്ച യോഗത്തിന് മുൻപേ തന്നെ കോൺഗ്രസ് പ്രതിനിധികൾ ഈ യോഗം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം ഈ കുടുംബത്തിന് ധനസഹായമാണെന്ന് മാത്രമല്ല, മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായി. അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരൊക്കെ ഇപ്പോഴുമുണ്ട്. ഇവർക്കടക്കം ധനസഹായം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അടിയന്തരമായ തീരുമാനം എടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. ഒപ്പം തന്നെ സർക്കാരും പോർട്ട് അധികൃതരും ചേർന്ന് ഒത്തുകളിക്കുകയാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതിനിധികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, M. വിൻസെന്റ് MLA, സ്ഥലം MLA കൂടിയായിട്ടുള്ള അദ്ദേഹം വ്യക്തമാക്കിയത് പോലീസും MVD ഉദ്യോഗസ്ഥരും ചില കളികൾ കളിക്കുന്നുണ്ട്. ആ കളികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തിയ വാഹനങ്ങൾ ഇവിടെ പോകുന്നതും, ഒപ്പം തന്നെ ഈ പാറകളടക്കം കയറ്റിക്കൊണ്ടുള്ള ലോഡുകളുടെ വാഹനങ്ങൾ ഇവിടെ എത്തുന്നതും എന്നുള്ളൊരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ചില ഉന്നത നേതാക്കന്മാർ, ഒപ്പം തന്നെ പാർട്ടി ഇടപെടലുകളൊക്കെ അതിന് പിന്നിലുണ്ട് എന്നൊരു വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും യോഗങ്ങൾ അടിക്കടി നടക്കുകയാണ്. കുടുംബത്തിന് നീതി ലഭിക്കുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സർവകക്ഷി യോഗം അവസാനമായി പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു മാർഗരേഖ തയ്യാറാക്കുന്ന തീരുമാനം എത്തിക്കൊണ്ടും, ഒപ്പം തന്നെ യോഗം തീരുമാനമെടുത്തുകൊണ്ടുമാണ് ഇന്നത്തെ ഈ ഒരു സർവകക്ഷി യോഗം, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ഒരു സർവകക്ഷി യോഗം അവസാനിച്ചിട്ടുള്ളത്. ഉമേഷ്, ഈ പരിശോധന എന്നു മുതൽ ആരംഭിക്കും? അക്കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക സമിതികളെയോ പോലീസിന്റെ MVD സംയുക്ത സംഘങ്ങളെ നിയോഗിക്കുക, അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടായിട്ടുണ്ടോ? അങ്ങനെ തീയതികളോ സമയക്രമോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കളക്ടർ ശാലിനി? ഉമേഷ്, നിലവിൽ ഈ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നതിന് ചില സമയക്രമങ്ങൾ മുൻപ് നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഈ സ്കൂൾ സമയം, രാവിലെയും വൈകിട്ടുമുള്ള സ്കൂൾ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ലോഡ് കയറ്റിയ, അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി പോകാൻ പാടില്ല എന്നുള്ള നിയന്ത്രണമുണ്ട്. പക്ഷേ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ 2 വാഹനങ്ങളിൽ കയറ്റേണ്ട ലോഡൊക്കെ ഒറ്റ വാഹനത്തിൽ കയറ്റി ഇതുവഴി പോകുന്നതും ഇത്തരത്തിൽ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും അതിലൊരു സമയക്രമം പരിശോധിക്കും. ഒപ്പം തന്നെ സമയക്രമങ്ങളിൽ ഇടവേള നൽകിയിട്ടുള്ള സമയക്രമങ്ങളിൽ അല്ലെങ്കിൽ നിയന്ത്രണം നൽകിയിട്ടുള്ള സമയങ്ങളിൽ ഈ വാഹനങ്ങൾ
പോകുന്നുണ്ട് എന്നുള്ളത് MVDയും പോലീസും കൃത്യമായി പരിശോധിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ യോഗത്തിന് ശേഷം പൊതുജനങ്ങൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും നൽകിയിട്ടുള്ള ഉറപ്പ്. ആ ഉറപ്പ് എത്രത്തോളം ഫലിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം ഈ പോലീസും MVD ഉദ്യോഗസ്ഥരും ഒത്തുകളിക്കുന്നു എന്നുള്ള വിമർശനം ഉൾപ്പെടെ ഉന്നയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ ഇതിനായി പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ പരിശോധനകൾ എപ്പോൾ മുതൽ കാര്യക്ഷമമാക്കും, ഏത് സമയം മുതലായിരിക്കും അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വ്യക്തത കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഉമേഷ്.